മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ച് UDF സ്ഥാനാർത്ഥി റോയ് കെ പൗലോസ് നടത്തിയ വിവാദ പ്രസ്താവന രാഷ്ട്രീയ രംഗത്ത് ചർച്ചയാകുന്നു. ചെറുതോണിയിൽ കൈക്കൂലി നൽകി നിർമ്മിച്ച അനധികൃത കെട്ടിടങ്ങൾക്ക് പോലും പട്ടയം നൽകുമെന്നതാണ് അദ്ദേഹത്തിന്റെ വാഗ്ദാനം. ഇതോടൊപ്പം LDF സർക്കാരിനെതിരെ കടുത്ത വിമർശനവും സ്ഥാനാർത്ഥി ഉന്നയിച്ചു. വ്യാഴാഴ്ച രാത്രിയാണ് ഇടുക്കിയിലെ UDF സ്ഥാനാർത്ഥിയായി റോയ് കെ പൗലോസിനെ പാർട്ടി പ്രഖ്യാപിച്ചത്. ഇതിന് പിന്നാലെ ചെറുതോണിയിൽ മാധ്യമങ്ങളെ കണ്ടപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ വിവാദ പരാമർശം. ചെറുതോണിപ്പുഴ കയ്യേറിയും ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകിയുമാണ് കെട്ടിടങ്ങൾ ചെറുതോണിയിൽ നിർമ്മിച്ചിരിക്കുന്നത് എന്നും ഇത്തരത്തിൽ നിർമ്മിച്ച എല്ലാ കെട്ടിടങ്ങൾക്കും പട്ടയം നൽകുമെന്നാണ് മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് അദ്ദേഹം മറുപടി നൽകിയത്. ഇതോടെ മുതിർന്ന കോൺഗ്രസ് നേതാവ് ചെറുതോണിയിൽ അനധികൃതമായി നിർമ്മിച്ച ഇപ്പോൾ പാർട്ടി ഓഫീസായി പ്രവർത്തിക്കുന്ന ബഹുനില മന്ദിരവും അനധികൃതമായി തന്നെ പട്ടയം നൽകുമെന്ന പരാമർശവും വിവാദമായി. തീർച്ചയായിട്ടും കൊടുക്കുന്ന എന്താ സംശയം എന്താ ഉള്ളത്? ഇവിടെ ജില്ലയിൽ നടത്തിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ആരും അറിയാണ്ട് നടത്തിയിട്ടൊന്നുമല്ല. ഈ നാട്ടിൽ പഞ്ചായത്തില്ല, ഈ നാട്ടില് ഉദ്യോഗസ്ഥന്മാരില്ല, ഈ നാട്ടിൽ വില്ലേജ് ഓഫീസില്ല, താലൂക്ക് ഓഫീസില്ല, കളക്ടറേറ്റ് ഇല്ല. ഇവരല്ലേ ഗവൺമെന്റിന്റെ ഭാഗം എന്ന് പറഞ്ഞത്. ഇവരാരും അറിയാണ്ടാണോ ഇവിടെ എല്ലാം 4 നില കെട്ടോ 10 നില കെട്ടോ കൊണ്ടിരിക്കും? ആരും അറിയാണ്ടാണോ? ഒരു രാത്രി കൊണ്ട് ഇതെല്ലാം കെട്ടിപ്പോക്കാൻ പറ്റും? അപ്പൊ ഇവരുടെ എല്ലാം അറിവോടെ പഞ്ചായത്തിന്റെ അനുമതി കൊടുത്തിട്ടുണ്ടാവും, വില്ലേജുകാരുടെ അനുമതി കൊടുത്തിട്ടുണ്ടാവും, ചില ഉദ്യോഗസ്ഥന്മാർ പണം വാങ്ങിച്ചിട്ടുണ്ടാവും. അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടായിരിക്കും. നിർമ്മാണ നിരോധനം ഉൾപ്പെടെയുള്ള കർഷകദ്രോഹ നടപടികൾ UDF പിൻവലിക്കും. ഭൂപ്രശ്നങ്ങൾ പരിഹരിച്ചെന്ന വെറും കള്ളപ്രചരണമാണ്. ഷോപ്പ് സൈറ്റുകൾക്കും ഏലപ്പട്ടയങ്ങൾക്കും ഇതുവരെ നിർമ്മാണ അനുമതി നൽകിയിട്ടില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. UDF അധികാരത്തിൽ വന്നാൽ ഭൂപ്രശ്നം പൂർണ്ണമായി പരിഹരിക്കുന്നതിനൊപ്പം ഇടുക്കി മെഡിക്കൽ കോളേജ് വികസനവും വിനോദസഞ്ചാര വികസനവും സാധ്യമാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അന്തരിച്ച കോൺഗ്രസ് നേതാവ് PT തോമസിന്റെ കല്ലറയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് മുൻപായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാനാണ് റോയ് കെ പൗലോസിന്റെ തീരുമാനം. സിറ്റി വിഷൻ, ഇടുക്കി.